നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹുബ്ലിക്കും ദവൻഗരിക്കും ഇടയിലുള്ള ഹവേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഹോട്ടൽ അശോകയുടെ ഫ്രണ്ടിലാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ഹോട്ടലൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഫസ്റ്റ് കണ്ട ഹോട്ടലാണ് ഹോട്ടൽ അശോക. അപ്പോൾ നമുക്ക് TinsoBro and Akhitha അപ്രൂവൽ കൊടുക്കാം ഹോട്ടലിന്, അല്ലേ? അതെ, TinsoBro and Akhitha അപ്രൂവ്ഡ് ഫോർ ഹോട്ടൽ അശോക. മോശമില്ല, 1000 രൂപയ്ക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് റൂമാണ്. റൂമിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് റൈഡിൻ്റെ. ഞങ്ങളുടെ ഗോവ റൈഡ് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാണ്. വൈകുന്നേരം ഒരു 7 മണിയോട് കൂടിയിട്ട് വീട്ടിലെത്താനുള്ള പരിപാടിയാണ് ഞങ്ങൾ. അതെ, നമുക്കിനി ഇവിടുന്ന് ഒരു 9.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന റൈഡിങ് ടൈം. യെസ്, നമ്മൾ നല്ല സീനിക് റൂട്ടിൽ കൂടിയാണ് ഇന്ന് പോകാൻ ശ്രമിക്കുന്നത്. ചിക്കമംഗ്ലൂർ വഴിയാണ് പോകുന്നത്. ചിക്കമംഗ്ലൂർ, വിരാജ്പേട്ട, പുൽപ്പള്ളി, വയനാട്ടിലെ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിലെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞങ്ങളുടെ പമ്പ്. ഇതാണ് ഞങ്ങളുടെ എയർ പമ്പ്. എയർ പമ്പിൻ്റെ ഇവിടെ മറ്റേ കാറ്റടിക്കുന്ന പിടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഇവിടെ അഴിഞ്ഞു പോയി. ഇനി വീട്ടിൽ ചെന്നിട്ടാണ് അതിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കാം, അല്ലേ? ബാക്കി എല്ലാ വണ്ടികളെല്ലാം കണ്ടീഷനാണ്. ഓൾ സെറ്റാണ്, ഓൾ ഗുഡാണ്. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇറങ്ങാൻ ലൈറ്റായി. ഞങ്ങൾ അരമണിക്കൂർ ലേറ്റാണ്. 7:30 ഓ മൈ ഗാഡ്. ഓക്കെ, അപ്പോൾ ശരി, റോട്ടിൽ കാണാം. നിങ്ങളുടെ സ്വന്തം TinsoBro and Akhitha. വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. കാരണം കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ. കൊറോണ റിലേറ്റഡ് ലേഡി. ശരി, ഓക്കെ സുഹൃത്തുക്കളെ, ഈ ടൗണിൽ നിറച്ചും ലോഡ്ജുകളുണ്ട്. ലേഡി Akhitha കണ്ടുപിടിച്ചാണ് ഫുള്ള് ലോഡ്ജുകൾ. ഞാനിപ്പോൾ ഇടത്തേക്ക് നോക്കിയില്ല. Akhitha പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഫുള്ള് ഇവിടെ ഹൗസിംഗ് ലോഡ്, പല തരത്തിലുള്ള പല ബഡ്ജറ്റിലുള്ള അക്കോമഡേഷൻ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കിട്ടും. ഹവേരി രാവിലെ തന്നെ കരിമീൻ വണ്ടികൾ. കൈ കൊടുക്കും, രാവിലെ നല്ല കൈ കൊടുത്തു കേട്ടോ. ഓ, എന്ത് രസം നോക്കിയേ മുന്നിൽ. അവിടെ നിർത്തുന്നു, അവിടെ നിർത്തും. ഓക്കെ, സെറ്റ്. ഓക്കെ സുഹൃത്തുക്കളെ, ടീ ബ്രേക്ക് ആഫ്റ്റർ 30 minutes. വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ നോക്കിയ കോണ്. സുഹൃത്തുക്കളെ, ഇവിടെ ചായ കുടിക്കുന്നു. ഹൈവേന്റെ സൈഡിൽ ഞങ്ങൾ നിർത്തിയേക്കുന്നു. അപ്പം നമ്മൾ നല്ല രസമുള്ള കോൺ പാടങ്ങൾ കേട്ടോ. ഇവിടെ ഹൈവേന്റെ സൈഡിലെ കാഴ്ചകളാണ് ഭയങ്കര രസം കേട്ടോ. അതൊക്കെയാണ് നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. ചേച്ചിയുടെ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വിടുവാണേ. Oh my god, ഞാൻ എൻ്റെ സ്വന്തം വണ്ടിക്ക് പെട്രോൾ ഫില്ല് ചെയ്യുന്നു ഗൈസ്. തന്നെത്താൻ പെട്രോളൊക്കെ ഫില്ല് ചെയ്യുന്ന TinsoBro. എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ എനിക്കൊരു തിൻ്റെ ആവശ്യമില്ല. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി നാഷണൽ ഹൈവേ വിട്ടു. ഇവിടുത്തെ നമ്മൾ ദേവൻഗരയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയാണ്. ചിക്കമംഗ്ലൂർ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിക്ക്. റൈറ്റ് നേരെ വിട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, കൗങ്ങുന്തയൊക്കെ പാകി വെച്ചേക്കുന്നു. ഇവിടെ മെയിൻലി കൗങ്ങിൻ്റെ നിങ്ങളിത് കാണുന്ന തെങ്ങാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറം കണ്ടോ കൗങ്ങ് തോട്ടങ്ങൾ. കൗങ്ങ് ആണ് ഇവിടുത്തെ മെയിൻ കൃഷി ഈ സ്ഥലത്തെ. കാരണം ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് തൊട്ടടുത്താണ്. ചിത്രദുർഗയിലാണ് കൂടുതലായിട്ട് അടയ്ക്കായൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഭയങ്കര കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ അടയ്ക്ക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടാറുണ്ട്. ചിത്രദുർഗയ്ക്ക് ഭയങ്കര ഹബ്ബാണ് അടയ്ക്കേൻ്റെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇങ്ങനെ ചന്നാഗിരിക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ അവിടെ ശാന്തേ ബെണ്ണൂർ പുഷ്കർണി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഫ്രണ്ടിലാണ്. അത് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇതെന്താണെന്ന്. ഇവിടെ ഇതിൻ്റെ
ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ. ലാർജ് പോണ്ടിനാണ് ഹോണ്ട എന്ന് പറയുന്നത്. ലാർജ് പോണ്ടിനാണ് ഹോണ്ട എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു വലിയ ലാർജ് പോണ്ടെന്നേ ഉള്ളൂ, കുറേ ഗ്രാനൈറ്റ് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൽ ആനകളൊക്കെ ഉണ്ട്, അങ്ങനെ പറയുന്നത്. 2 rows of elephants, swans and Gandavirundas, mythical twin-headed bird adorn the pavilion. അപ്പോൾ ആന, ഒരു 2 rows of ആനകളുണ്ട്, പിന്നെ സ്വാൻസ് ഉണ്ട്, പിന്നെ കുറച്ച് എന്തൊക്കെയോ ഒരു ഗണ്ടബെരുഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ഹെഡഡ് ബേർഡ്, മിത്തിക്കൽ ട്വിൻ ഹെഡഡ് ബേർഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടാകണം. നമുക്ക് പോയി ഒന്ന് നോക്കാം. ദേന കണ്ടോ, എലിഫന്റുകളാണ് ആ ഒരു മുകളിലത്തെ കൊത്തി വെച്ചേക്കുന്നത് മൊത്തം. അതിന്റെ മുകളില് 2 rows of elephants എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മിത്തിക്കൽ ബേർഡ്സ്, 2-headed mythical birds അതിൻ്റെ മുകളിൽ. നമ്മളിങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. നമ്മളിങ്ങനെ വന്നിട്ട് ഞങ്ങളിപ്പോൾ അടിയിലോട്ട് പോകണില്ല, പകരം നമ്മളിങ്ങനെ നോക്കാൻ പോവാണ്. ഇങ്ങനെയാണ് കൽപ്പടവുകളിലോട്ട് ഇറങ്ങണത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരാം. അടിപൊളി. Welcome to Channagiri, land of Hurricane. The National Highway 369 ആണ്. ആ വായൽ എന്താണെന്ന് നോക്കിയേ, ലഡു ഒറ്റയടിക്ക് കുത്തിക്കയറ്റിയ ലഡു. ഇങ്ങോട്ട് തിരിഞ്ഞേ, അതെ അത് തന്നെ. അപ്പം നമ്മളൊക്കെ ഹസനിൽ നിന്ന് പോകുന്ന വഴി നമുക്ക് നന്നായിട്ട് വിശന്നപ്പം നിർത്തിയൊരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരൊന്നും നമുക്ക് വായിക്കാൻ കൂടി അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും കഴിയില്ല. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു. ഇതിൻ്റെ ബാഗുള്ള ഹമ്പെല്ലാം അവിടെ പാർത്തി ചടിച്ച് അവളുടെ ബാഗ് ഒരു സൈഡിലേക്കായി. നെക്സൺ ചേട്ടൻ ഒന്ന് പേടിച്ചു. പുതിയ നെക്സൺ അതെ. കൊച്ച് കരിമ്പുണ്ടാക്കി തരുന്നു അടിപൊളിയായിട്ട്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളൊരു കൊച്ചുണ്ടാക്കുന്ന കരിമ്പിൽ പടയപ്പ കൊള്ളാമല്ലോ അല്ലേ, കൊച്ചു മേടിക്കാണല്ലോ. നല്ല അടിപൊളി പിള്ളേരാണ്, നല്ല സ്മാർട്ട് പിള്ളേരാണ്. വൈഷ്ണവി അല്ലേ? വൈഷ്ണവി എന്നാണ് കൊച്ചിൻ്റെ പേര്. നെയിം ഹരീഷ്. നെയിം അഖിത. ടിൻസോ. ഓക്കെ, ഞാൻ ഹോക്കത്തെ സെറ്റായോ? ഹോകാം. ഓക്കെ, നമ്മൾ പോകുവാണേ. ബൈ. നാഗർഹോളെ ടൈഗർ റിസർവ്. കാട്ടുപശു കൊരങ്ങന്മാർ ഈസ് പ്ലേയിങ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കേരളത്തിലോട്ട് കടക്കാണ്. അപ്പൊ നമ്മളിപ്പോ വന്നത് പെരിയ പട്ടണത്തിൽ നിന്ന് ഗൊണ്ണിക്കൊപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നമ്മളൊരു ടേൺ എടുത്ത് ഇപ്പൊ നമ്മള് പൊന്നമ്പേട്ട് റൂട്ടിലോട്ട് പോവാണ്. അപ്പൊ വൈകാതെ കുറച്ച് സമയത്തിനുള്ളില് നമ്മള് കുട്ട മാനന്തവാടി വഴി കേരളത്തിലോട്ട് കടക്കും. നമ്മൾ കേരളത്തിലെത്താൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, വെൽക്കം ടു കേരള. സുഹൃത്തുക്കളെ, മാനന്തവാടി 25, തിരുനെല്ലി 20, കാട്ടിക്കുളം. സ്വാഗതം. ഓക്കെ, ബാക്ക് ടു കേരള. വെൽക്കം ബാക്ക് ടു കേരള. അങ്ങനെ ഓ മൈ ഗോഡ്, വി ഹാവ് ചെക്ക് പോസ്റ്റ് മാൻ. അങ്ങനെയാണെങ്കിൽ അവരിപ്പോഴേ എഴുന്നേറ്റേനെ. ബൈക്ക് പിടിച്ച് പിടിച്ച് വയനാട്. അവർ ഹോം ഇസ് അറ്റ് വയനാട്. പുൽപ്പള്ളി. പുൽപ്പള്ളി. പുൽപ്പള്ളി.
ഞങ്ങൾ പോവാം. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, നിന്നെ വൺ കോമഡി നിന്നോട് ആദ്യം എവിടേക്കാ പോകുന്നത് ചേച്ചി, അന്നേരം അയാൾക്ക് മനസ്സിലായില്ലായിരുന്നു നീ പെണ്ണാന്ന്. പുള്ളി ഞെട്ടിപ്പോയി. അയ്യോ, എന്നിട്ട് നിന്നോട് ഇംഗ്ലീഷ് വേറെ അന്നേരം നീ മലയാളത്തില് ഓ ഞാൻ പുൽപ്പള്ളിക്ക. അന്നേരം പുള്ളി മലയാളത്തില് ഓ മലയാളിയാണോ, ഐ ആം ഗോയിങ് ടു പുൽപ്പള്ളി, അവർ ഹോം ഈസ് അറ്റ് പുൽപ്പള്ളി. നീ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇത് ചവിട്ടി വെച്ചേക്കുന്ന കാരണം. ലൈറ്റ്. അയ്യോ മേല. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിന്നിട്ടുകൊണ്ട് ആദരവുകൾ ഏറ്റുവാങ്ങി നിങ്ങളുടെ സ്വന്തം നാട്ടായ കേരളത്തിലേക്ക് ടിൻസോയും ഭഗതിയും ഇതാ മടങ്ങി വരികയാണ്. സുഹൃത്തുക്കളെ മടങ്ങി വരികയാണ്. സ്നേഹാദരങ്ങളോട് നിങ്ങൾ തരുന്ന എല്ലാവിധ സ്വീകരണങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ തുറന്ന വാഹനത്തിൽ, അതായത് ബൈക്കിൽ നിങ്ങളുടെ നാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. സുഹൃത്തുക്കളെ സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം വിലയേറിയ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും തന്നുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ അപേക്ഷിക്കുകയാണ്. ഇതെന്താണല്ലോ വ്ലോഗിലിടും, ഇതെന്റെ മാസ്റ്റർ പീസ് ആണ്. ഇതുവരെ ഞാൻ ചെയ്തത് ഇല്ല, ഞാൻ ഇടും. ആന. ഓ മൈ ഗോഡ്. ഓക്കെ ആനക്കുട്ടി, ഹായ്, ഹൗ ആർ യു? ഓൾ ഗുഡ്, ഓൾ ഓക്കെ, എല്ലാ സുഖമാണോ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ആനനെ കണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. അഗിത ആദ്യമായിട്ടാണ് ആനനെ കാണുന്നത്. നമ്മൾ ആനനെ കണ്ട് നിർത്തിയിരിക്കുന്നു. അഗിതയ്ക്ക് ആനനെ കാണിച്ചെടുത്തിരിക്കുന്നത്. അതെ, സോറി ഗൈസ്, ഈ കാട്ടിൽ ആദ്യമായിട്ടാണ് അഗിത ആനനെ കാണുന്നത്. പിടിയാനിയാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, എന്നെ ഓടിക്കില്ല കേട്ടോ, ഞാൻ പോയേക്കാണ്. പോടി. അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ആനനെ ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ് ഗൈസ്. സൂപ്പർ. നടക്കുന്നുണ്ട്. അവിടെ നിർത്തരുതെന്നാണ്, നിർത്തി ഫോട്ടോ ഒന്നും എടുക്കരുതെന്നാണ്. പുൽപ്പള്ളി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുൽപ്പള്ളി വണ്ടി അങ്ങോട്ട് വെക്ക്. ഇവിടെ വെക്കണ്ടേ, ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണ്ടേ, നമുക്ക് ആ പുറത്തേക്ക് വെക്ക്. പുറത്തേക്ക് ഇവിടെ വെക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ വീടെത്തി. ഇനിയാണ് മെയിൻ പരിപാടി. ഇനി ഞങ്ങൾ നെക്സ്റ്റ് എടുത്ത് പുറത്തിടും. ഞങ്ങൾ സാധനങ്ങളെല്ലാം തേക്ക്, എന്നിട്ട് ഞങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിക്കും. വിശേഷങ്ങൾ പറയാം കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് TinsoBro again. ഇതാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ചത്ത പോലെയാണ്. യെസ്, ഞങ്ങളിപ്പോൾ വ്ളോഗ് തീരുന്നില്ല. സംഭവം ഇതാണ്, ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ഇതാണ്. ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകണം. ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം, അതായത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാറിനകത്ത് എടുത്തിട്ടു. അത്യാവശ്യം വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. കഞ്ഞിയും ചമ്മന്തിയും അമ്മച്ചി വെച്ചോട്ട് അതെടുത്തു. പിന്നെ മുറുക്കൊക്കെ, പട്ടിയാ, ഓക്കെ സോറി ഗൈസ്, ഒരു പട്ടി നടുക്കുകയാടി ഗൈസ്. ഓക്കെ, അപ്പോൾ മുറുക്കൊക്കെ എടുത്തു. ഞങ്ങൾ പോവാണ്. കൊറോണ പ്രിക്കോഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളുടെ മോൻ വീട്ടിലുണ്ട്. പെങ്ങളുടെ മോൻ എന്ന് പറഞ്ഞാൽ ആകെ 1 മാസം പ്രായമുള്ള കുഞ്ഞു വാവയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ പോയി ക്വാറന്റൈൻ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊന്നും നടക്കില്ല. ഞങ്ങളെന്താണേലും ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. നാളെ ഞങ്ങളൊരു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യും. ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് നാളെ തന്നെ റിസൾട്ട് വരും. എന്നിട്ട് ഞങ്ങൾ ബാക്കി പരിപാടികൾ തീരുമാനിക്കും. അപ്പോൾ നാളെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. നിങ്ങളിപ്പം ഇത്ര നാൾ കണ്ടുകൊടുന്ന വീഡിയോ എല്ലാം എങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, റോട്ടിൽ കാണാൻ നിങ്ങളെ ദീർഘിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓൾ സേഫ്, ഓൾ ഗുഡ്, ഫാന്റാസ്റ്റിക് ട്രിപ്പ്. ഈ ട്രിപ്പിനെ പറ്റി ഒരു അടിപൊളി റിവ്യൂ എന്താണേലും, ഒരു മൊത്തത്തിലൊരു അവലോകനം എന്താണേലും നമുക്ക് വേണമല്ലേ? യെസ്. അപ്പം അഗിതയ്ക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്കും അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ടയർഡാണ്, ഓഫ് കോഴ്സ്. ട്രിപ്പ് വന്ന് നല്ല ടയർഡാണ്. അപ്പോൾ ശരി, റോട്ടിൽ കാണാം. ഞങ്ങൾ ഫോൺ കോൾസ് ഒക്കെ വന്നു തുടങ്ങി. ബൈ സുലാൻ, റോട്ടിൽ കാണാം. എന്റെ അമ്മച്ചേ, കുഴി വന്നിട്ട് കാര്യമൊന്നുമില്ല.